ഒരു വ്യക്തിയെ ഭൂതം ബാധിക്കുന്നത് എങ്ങനെയാണ്? കഴിഞ്ഞ വീഡിയോയിൽ നാം ചിന്തിച്ചതുപോലെ ആത്മാക്കളുടെ ഒരു ലോകം തന്നെ നമുക്ക് ചുറ്റിനുമുണ്ട്. എന്നാൽ ഒരു വ്യക്തിയെ എങ്ങനെയാണ് ഭൂതം ബാധിക്കുക എന്ന് നിങ്ങൾക്കറിയാമോ? ഇതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ഒരു മനുഷ്യനെ നിയന്ത്രിക്കുന്നത് അവൻ്റെ മനസ്സാണ്. മനസ്സ് ദേഹിയുടെ ഒരു ഭാഗമാണ്. ബൈബിളിൽ മനുഷ്യനെ 3 ഭാഗങ്ങളായി തിരിക്കുന്നുണ്ട്: ആത്മാവ്, ദേഹി, ദേഹം. ഒരു മനുഷ്യൻ്റെ മനസ്സിനെ അഥവാ ദേഹിയുടെ ഭാഗത്തെ 4 പേർക്ക് നിയന്ത്രിക്കാം. ആദ്യത്തേത് അവനവൻ തന്നെ മനസ്സിനെ നിയന്ത്രിക്കുന്നു. ഇതിനെ സെൽഫ് കൺട്രോൾ എന്ന് പറയുന്നു. രണ്ടാമത്തേത് മറ്റൊരു വ്യക്തി നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നു. ഇതിനെ മൈൻഡ് കൺട്രോൾ അഥവാ ഹിപ്നോസിസം എന്ന് പറയുന്നു. മൂന്നാമത്തേത് പിശാചുക്കൾ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നു. ഇതിനെ ഡീമൺ കൺട്രോൾ എന്ന് പറയുന്നു. നാലാമത്തേത് ദൈവം നിങ്ങളുടെ ആത്മാവിൽ വസിച്ചുകൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കുന്നു. ഗോഡ് കൺട്രോൾ എന്ന് പറയുന്നു. ഈ 4 നിയന്ത്രണങ്ങളല്ലാതെ നിങ്ങളുടെ മനസ്സിന് മേൽ മറ്റൊരു നിയന്ത്രണം വരുന്നില്ല. ആരാണ് നിങ്ങളെ നിയന്ത്രിക്കുന്നത് എന്നതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൻ്റെ പുരോഗതി. മുകളിൽ പറയപ്പെട്ട ആദ്യത്തെ 3 നിയന്ത്രണങ്ങളും ജഡീകങ്ങളാണ്. നാലാമത്തേത് മാത്രമാണ് ആത്മീകമായുള്ളത്, അതായത് ദൈവം നമ്മളെ നിയന്ത്രിക്കുന്ന രീതി. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, അഥവാ മനുഷ്യരോടല്ല, പിന്നെയോ വാഴ്ചകൾ, അധികാരങ്ങൾ, അന്ധകാരത്തിൻ്റെ ലോകാധിപതികൾ, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മാ സേനകൾ എന്നിവകളോടാണ്. കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്തവർ ഇതിനടിമകളാണ്. എന്നാൽ കർത്താവിനെ സ്വീകരിച്ച നിങ്ങളെ അത് കീഴ്പ്പെടുത്തുവാൻ ശ്രമിക്കുന്നുമുണ്ട്. ഈ യുദ്ധം നടക്കുന്നത് നമ്മുടെ ദേഹിയിലെ മനസ്സിലാണ്. ആയുധങ്ങളാകട്ടെ ചിന്തകളും. അതായത് മൈൻഡ് ഈസ് ദ ബാറ്റിൽ ഫീൽഡ്. പിശാചുക്കൾ ഒരിക്കലും നമ്മുടെ മുൻപിൽ ഭയപ്പെടുത്തുന്ന രൂപങ്ങളിൽ വരുന്നില്ല. പക്ഷേ ഭയം ജനിപ്പിക്കുന്ന ചിന്തകളുടെ രൂപത്തിൽ അവൻ വന്നെന്നിരിക്കും. പിശാച് തന്ത്രശാലിയാണ്. തെറ്റായ നെഗറ്റീവ് ചിന്തകളിലൂടെ ആദ്യം മനസ്സിനെ സ്വാധീനിക്കാൻ ശ്രമിക്കും. പിന്നെ ഈ ചിന്തകൾ ആളത്വത്തിലേക്കും വ്യാപിപ്പിക്കും. മനസ്സിനെ നെഗറ്റീവ് ചിന്തകൾ കൊണ്ട് നിറയ്ക്കും. ഈ ചിന്തകളിലൂടെയാണ് അവൻ ഹൃദയത്തിലേക്ക് കടക്കുന്നത്. യൂദ ഇതിനൊരു ഉദാഹരണമാണ്. ഭൂതങ്ങൾക്ക് ആരുടെയെങ്കിലും ഹൃദയത്തിൽ കയറി പറ്റണമെങ്കിൽ പഞ്ചഭൂതങ്ങളെ ഇളക്കേണ്ടതുണ്ട്. അതായത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ, നമ്മുടെ വികാരങ്ങളിലൂടെ നെഗറ്റീവ് ഇമാജിനേഷൻ, നെഗറ്റീവ് തോട്ട്സ്, നെഗറ്റീവ് ഇമോഷൻസ്, നെഗറ്റീവ് ഫെയ്ത്ത്, നെഗറ്റീവ് ബിലീഫ്, ഫിയർ അതായത് ഭയം, ഗ്രീഡ് അത്യാഗ്രഹം, ആങ്കർ ദേഷ്യം എന്നിവ ഇളക്കിയാലേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഭൂതം ബാധിക്കുന്നവർക്ക് എല്ലാം തന്നെ എവിടെയെങ്കിലും വെച്ച് പേടിയിൽ കൂടിയാണ് ഭൂതബാധ ലഭിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഭയം ഒരു തെറ്റായ വികാരമാണ്. അതായത് ഒരു വ്യക്തിയിൽ ഭൂതബാധ ഉണ്ടാകാൻ കാരണക്കാരനാകുന്നത് ഏറ്റവും വലിയ വികാരം ഭയമാണ്. ഭയത്തിൽ കൂടിയാണ് ഭൂതബാധ ഏൽക്കുന്നത്. മനസ്സിൻ്റെ ദുർബല നിമിഷമാണ് ഭൂതത്തിന് ഉള്ളിൽ പ്രവേശിക്കുവാനുള്ള കവാടം. ഹൃദയം ഭയത്തിലൂടെ തുറക്കപ്പെടുന്ന ആ നിമിഷം. ഹൃദയത്തിൻ്റെ കവാടം തുറന്നു കിട്ടാതെ അകത്തേക്ക് പ്രവേശിക്കുവാൻ ഭൂതത്തിന് കഴിയുന്നതല്ല. തന്ത്രശാലിയായ പിശാച് നാം ഒറ്റയ്ക്ക് സഞ്ചരിക്കേണ്ട സമയത്ത് നാം പണ്ട് വായിച്ചിട്ടുള്ള, കണ്ടിട്ടുള്ള, കേട്ടിട്ടുള്ള കഥകൾ, സിനിമകളെല്ലാം തന്നെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരും. ഇതിലൂടെ മനസ്സിൽ ധൈര്യം നഷ്ടപ്പെടുത്തും. നമ്മുടെ തന്നെ ചിന്തകൾ ഉപയോഗിച്ച് നമ്മെ ഭയപ്പെടുത്തി ഹൃദയത്തിൻ്റെ കവാടം തള്ളി തുറന്ന് അവൻ അകത്തേക്ക് പ്രവേശിക്കും. അതുകൊണ്ടാണ് ഈ മാനസിക ഭയം എന്ന തന്ത്രത്തിൽ നാം വീഴാതിരിക്കുവാൻ ശ്രമിക്കേണ്ടത്.
അതിന് മറുതന്ത്രം നാം പ്രയോഗിക്കേണ്ടത്. ഹൃദയത്തിന് ബലമുണ്ടെങ്കിൽ സാത്താൻ നമ്മെ കീഴ്പ്പെടുത്തുന്നതല്ല. തെറ്റായ നെഗറ്റീവ് ചിന്തകളിലൂടെയാണ് അശുദ്ധാത്മാക്കൾ ഒരുവനിലേക്ക് വ്യാപിക്കുന്നത്. ആത്മലോകത്തെ നാം മനസ്സിലാക്കുന്നത് ചിന്തകളിലൂടെയാണ്. ദൈവത്തെ നാം മനസ്സിലാക്കുന്നത് പോലും ചിന്തകളിലൂടെയാണ്. അതായത് ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം പോലും ചിന്തകളിൽ അധിഷ്ഠിതമാണ്. ദേഹിയുടെ ലോകം ചിന്തകളാൽ നിർമ്മിതമാണ്. തോട്ട്സ് ആർ എവരിത്തിങ് ഹിയർ. അതുകൊണ്ട് പോസിറ്റീവ് ചിന്തകൾ മാത്രം ചിന്തിക്കുക. എങ്കിലും നെഗറ്റീവ് ചിന്തകൾ വരുന്നത് നിൽക്കുന്നില്ല. സകലർക്കും ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നതാണ്. നെഗറ്റീവ് ചിന്തകളിലൂടെ പിശാച് ബാധിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നാം ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച് മനസ്സ് മുഴുവൻ പൂർണ്ണമായി ആ ചിന്തയായി മാറുമ്പോൾ ഒരു മനോനില നമ്മിൽ രൂപപ്പെടും. ആ മനോനിലയാണ് അതിൻ്റെ ആത്മാവ്. അതായത് നമ്മിൽ രൂപപ്പെട്ട മനോനിലയ്ക്ക് അനുസൃതമായി ചിന്തിക്കുന്ന, പ്രവർത്തിക്കുന്ന, ആ ചിന്തകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ദുരാത്മാവിനെ ഈ മനോനില ആകർഷിക്കും. അതുമായി ഇണഞ്ഞ് ഒന്നായിത്തീരും. ഉദാഹരണമായി, ലൈംഗിക ചിന്തകൾ ചിന്തിക്കുന്ന വ്യക്തി അത് തന്നെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേശ്യാദോഷത്തിൻ്റെ മനോനില അവളിൽ രൂപപ്പെടും. ഈ മനോനില വേശ്യാദോഷത്തിൻ്റെ ദുഷ്ടാത്മാക്കളെ ആകർഷിക്കുകയും അവൻ്റെ മനസ്സ് ദുരാത്മാവായി കൺവേർട്ട് ആവുകയും ചെയ്യും. ഇതിനുദാഹരണം ശൗലാണ്. ബോധ വിചാര വികാര മണ്ഡലത്തിൽ അഥവാ കോൺഷ്യൻസ് മൈൻഡിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ, അതായത് റിപ്പീറ്റഡായി ചെയ്യപ്പെടുമ്പോൾ, ഈ ചിന്തകൾ ബോധ മനസ്സിലും അവബോധ മനസ്സിലും എത്തപ്പെടുന്നു. അതായത് കോൺഷ്യൻസ് മൈൻഡിൽ നിന്നും സബ് കോൺഷ്യൻസ് മൈൻഡിലേക്കും അൺകോൺഷ്യൻസ് മൈൻഡിലേക്കും എത്തപ്പെടുന്നു. ഈ 3 ഭാഗങ്ങളും മനുഷ്യദേഹിയുടെ വിവിധ തലങ്ങളാണ്. ദേഹിയുടെ അന്തർഭാഗത്ത് ആഴത്തട്ടിൽ പതിയുന്ന ഈ നെഗറ്റീവ് ചിന്തകൾ, ഈ മനോനിലയും അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ദുരാത്മാവും ചേർന്ന് ശരീരത്തിലെ നെർവസ് സിസ്റ്റത്തെയും എൻഡ്രോസിൻ സിസ്റ്റത്തെയും കൺട്രോൾ ചെയ്തു തുടങ്ങും. തെറ്റായ ചിന്തകളിൽ നിന്ന് തെറ്റായ വിശ്വാസങ്ങളും ഇതിൽ നിന്ന് ഊറ്റം കൊള്ളുന്ന തെറ്റായ വികാരങ്ങളും തെറ്റായ വികാരങ്ങളിൽ നിന്ന് ഉടലെടുക്കുന്ന തെറ്റായ ഇമാജിനേഷൻസും നെർവസ് സിസ്റ്റത്തെയും എൻഡ്രോസിൻ സിസ്റ്റത്തെയും കൺട്രോൾ ചെയ്തു തുടങ്ങും. പൈശാചികമായ മനോനില നെഗറ്റീവ് ഇലക്ട്രിക്കൽ ഇമ്പൾസ് ഉപയോഗിച്ച് നെർവസ് സിസ്റ്റത്തെയും ബോഡി ഹോർമോൺസിൻ്റെ വ്യതിയാനം ഉപയോഗിച്ച് എൻഡ്രോസിൻ സിസ്റ്റത്തെയും കൺട്രോൾ ചെയ്ത് ദുരുപയോഗം ചെയ്തു തുടങ്ങും. മൊത്തത്തിൽ പിശാചിനാൽ ബാധിക്കപ്പെട്ട് അശുദ്ധ മനോനിലയ്ക്ക് അടിമയാകുമ്പോൾ 12 ബോഡി സിസ്റ്റവും പിശാചിനാൽ ബാധിക്കപ്പെടുന്നു. അങ്ങനെ സ്വയം ചിന്താശേഷി നഷ്ടപ്പെട്ട് തന്നെ നിയന്ത്രിക്കുന്ന വ്യക്തിയുടെ ചിന്തകളിൽ താൻ ആരാണെന്ന ബോധമില്ലാതെ അവൻ ജീവിക്കുന്നു, സ്വയം വ്യക്തിത്വമില്ലാത്തവനായി. ഇതിൻ്റെ ആരംഭം ചിന്തയാണ്. Your thoughts lead to actions. Action lead to habits. Habits creates your life and your character. If you want to change your life, simply change what you think about all day long, and you will be amazed at what happens. Push harder than yesterday if you want a different tomorrow. നീ ഏതിനോട് തോൽക്കുന്നുവോ അതിന് നീ ദാസൻ.